ലക്ഷ്മിപ്രിയക്ക് കിട്ടിയ പണി നിങ്ങൾ അറിഞ്ഞ എന്റെ പൊന്നു മക്കളെ, നല്ല കിഡിലൻ, നല്ല ഒന്നൊന്നര പണിയാണ് കിട്ടിയിട്ടുള്ളത്. അവര് കൊടുത്ത പരാതിയിൽ കഴമ്പില്ല എന്ന് പോലീസ്. ലക്ഷ്മിപ്രിയക്കെതിരെ കോടതിയെ സമീപിച്ച് അൻസിബ. എപ്പടി ഇർക്ക് ഇപ്പൊ വെറുതെ ആവശ്യമില്ലാതെ ചോദിച്ചതല്ലേ എന്തായിരുന്നു ആ ഫോട്ടോ എന്ന് ഇവിടെയുള്ള ആളുകൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഒന്നുമില്ല, ഒരു സാധാരണ ഫോട്ടോ. ആ ഫോട്ടോ നിങ്ങൾക്ക് അയച്ചു തന്നപ്പോൾ വീട്ടിൽ വലിയ പ്രശ്നം, ഭർത്താവ് നിങ്ങളെ തല്ലി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അത് ആ പോലീസ് ഓഫീസർക്ക്, ആ വനിതാ SI പോലും പണി കിട്ടിയില്ലേ? എന്തിനാ വെറുതെ? ഒരു മേശക്ക് ചുറ്റും ഇരുന്ന് തീർക്കാൻ കഴിയുന്ന ഒരു പ്രശ്നമായിരുന്നു എന്ന് നിങ്ങൾ തന്നെ പറയുന്നു. അതാണ് ഇതിൽ ഏറ്റവും വലിയ കോമഡി. അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ എങ്ങനെ FIR ഇടാൻ കഴിയും? ഒരു മേശക്ക് ചുറ്റും അങ്ങ് ഇരിക്കണം, അങ്ങ് തീർക്കണം. എന്നിട്ട് നിങ്ങൾ തന്നെ ഏറ്റു പറഞ്ഞില്ലേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് ചെയ്യേണ്ടി വന്നു എന്നുള്ളത്. നിങ്ങൾ മകളെ പോലെ കാണുന്നു, പെങ്ങളെ പോലെ, അനിയത്തിനെ പോലെ കാണുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിന്? ആ ഒരു പെൺകുട്ടി വിവാഹം കഴിഞ്ഞിട്ടില്ല, കഷ്ടപ്പെട്ട് കുടുംബം നോക്കി പോകുന്ന ഒരു പെൺകുട്ടി, അവർക്കെതിരെ എന്തിന് ഊളത്തരം പറഞ്ഞു? വല്ലാത്തൊരു മനോഭാവാട്ടോ നിങ്ങൾക്ക്. ലക്ഷ്മിപ്രിയക്കെതിരെ പോലീസ് അന്വേഷണം വേണം, കോടതിയെ സമീപിച്ച് അൻസിബ ഹസൻ. അങ്ങോട്ട് പോയി ചൊറിഞ്ഞപ്പോ അവർ വിചാരിച്ചിട്ടുണ്ടാവില്ല ഇങ്ങോട്ട് നല്ല മാന്ത് കിട്ടുന്നുള്ളത്. നന്നായിട്ടുണ്ട്. എന്തായാലും വീഡിയോ ചെയ്യുന്ന ആളുകൾക്കൊക്കെ നിരന്തരം കേസുകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. സൈബർ സെല്ലിൽ കേസ് കൊടുത്തിട്ട് വീഡിയോ റിമൂവ് ചെയ്യിക്കാനാ പോകുന്നത് എന്നുള്ളത് കാണാം. ഇവിടെ അൻസിബയുടെ കൂടെ എത്ര ആളുകൾ ഉണ്ട് എന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. ജസ്റ്റിസ് ഫോർ അൻസിബ എന്ന #, ഇറക്കിയത് പോലും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നത് എന്തുവാടെ ഇത്? അവരുടെ പിന്നിൽ വർഗീയവാദികൾ ഉണ്ട് എന്നൊക്കെ പറയുമ്പോ അത് അടുത്ത കേസ് വരില്ലേ? എന്തുവാ ഇത്? എന്തായാലും കിട്ടി, നല്ല 8ന്റെ പണി കിട്ടി. നമുക്ക് വാർത്തയിലൂടെ എന്തായാലും കടന്നു പോകാം. ലക്ഷ്മിപ്രിയക്കെതിരെ നിയമ നടപടിയുമായി അൻസിബ. നടി ലക്ഷ്മിപ്രിയ, ഭർത്താവ് ജയേഷ്, തൃപ്പൂണിത്തുറ വനിതാ സെൽ SI രേഷ്മ എന്നിവർക്കെതിരെ കേസെടുക്കണമെന്നാണ് ആവശ്യം. തൃപ്പൂണിത്തുറ കോടതിയിൽ സ്വകാര്യ അന്യായം ഫയൽ ചെയ്തു. അൻസിബയുടെ പരാതിയിൽ കഴമ്പില്ലെന്ന് പോലീസ് റിപ്പോർട്ടിനെ തുടർന്നാണ് പുതിയ നീക്കം. എന്തായാലും അൻസിബക്ക് നല്ല കിഡിലൻ സപ്പോർട്ട് ഉണ്ട്, നല്ല കിഡിലൻ സപ്പോർട്ട്. ജനങ്ങളാണെന്നുണ്ടെങ്കിലും ഹ്യൂമൻ റൈറ്റിന്റെ ഭാഗത്താണെന്നുണ്ടെങ്കിലും നല്ല സപ്പോർട്ട് ഉണ്ട്. നിയമത്തിന്റെ ഭാഗത്തും നല്ല സപ്പോർട്ട് ഉണ്ടാവും. ഇവിടെ ടിനി ടോമിന്റെ കേസ് അവിടെ മാറി നിൽക്കുന്നുണ്ട്, അത് വേറെ കേസാണ് കേട്ടോ. അവിടെ കൃത്യമായി ദൃക്സാക്ഷി കണ്ട ആളുണ്ട് എന്നുള്ളതാണ്. ഒരാളെയും വിളിക്കാൻ പാടില്ലാത്ത ഒരു വാക്ക്, വളരെ മോശപ്പെട്ട രീതിയിലുള്ള വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നീനാക്കുറിപ്പ് അത് കണ്ടിട്ടുണ്ട്. അത് വലിയ സോളിഡ് എവിഡൻസ് ആണെന്നുള്ളതാണ്. ഒരാൾ കണ്ടു അല്ലെങ്കിൽ കേട്ടു എന്ന് പറയുന്നത് അതവിടെ നിൽക്കട്ടെ, അത് അടുത്തത്, ഇത് കഴിയട്ടെ. അത് ലക്ഷ്മി ചേച്ചിക്ക് കിട്ടേണ്ടത് കിട്ടണ്ടേ. ഇനി ഞാനൊരു വലിയ ശബ്ദ സന്ദേശം വെക്കാൻ പോവാണ്. എന്താണ് ഈ കേസിൽ ലക്ഷ്മിപ്രിയക്ക് കിട്ടാൻ പോകുന്നത് നിങ്ങൾക്ക് അറിയണ്ടേ? കേട്ടോളൂ, കാതോർത്ത് കേട്ടോളൂ. തൃക്കാക്കര തൃപ്പൂണിത്തുറ വനിതാ SI രേഷ്മയ്ക്കും അതുപോലെ ലക്ഷ്മിപ്രിയയ്ക്കും എതിരെയുള്ള പരാതിയിൽ പോലീസ് നടപടിയെടുത്തിട്ടില്ല. അൻസിബയുടെ പരാതി അടിസ്ഥാനരഹിതമാണ് എന്ന് ചൂണ്ടിക്കാട്ടി അതിൽ കേസെടുക്കാനാകില്ല എന്ന് പറഞ്ഞാണ് ഈ പരാതി തള്ളുന്നത്. അത്തരത്തിലൊരു നടപടി, അതായത് ഈ പരാതിയിൽ നടപടിയെടുക്കാനാകില്ല എന്നുള്ള തൃക്കാക്കര ACPയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അൻസിബ കോടതിയിൽ സ്വകാര്യ അന്യായം ഫയൽ ചെയ്തിരിക്കുന്നത്. തൃപ്പൂണിത്തുറ കോടതിയിലാണ് സ്വകാര്യ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. അതായത് ഈ തൃപ്പൂണിത്തുറ SI രേഷ്മയ്ക്കെതിരെയും ലക്ഷ്മിപ്രിയക്കെതിരെയും ലക്ഷ്മിപ്രിയയുടെ ഭർത്താവ് ജയേഷിനെതിരെയും നടപടിയെടുക്കണമെന്നാണ് ഇതിൽ അൻസിബയുടെ ആവശ്യം. അങ്ങനെയാണ് ആ ആവശ്യം ഉന്നയിച്ചു തന്നെയാണ് ലക്ഷ്മിപ്രിയ ഇപ്പോൾ അൻസിബ കോടതിയിൽ എത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ, അതായത് നേരത്തെ നമുക്കറിയാം ഈ ലക്ഷ്മിപ്രിയയുടെ ഫോണിലേക്ക് വന്നിട്ടുള്ള ഒരു വോയിസ് മെസ്സേജിന്റെ അടിസ്ഥാനത്തിൽ കുടുംബത്തിൽ വലിയ പ്രശ്നമുണ്ടായി എന്ന് ചൂണ്ടിക്കാട്ടി ലക്ഷ്മിപ്രിയ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അൻസിബയെ ചോദ്യം ചെയ്യാൻ തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിലേക്ക് വനിതാ സെൽ SI വിളിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ 3 മണിക്കൂർ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തുകയും മാനസികമായി പീഡിപ്പിക്കുകയും തുടർന്ന് മാപ്പഴി വാങ്ങിയ ശേഷമാണ് തന്നെ വിട്ടയച്ചതെന്നായിരുന്നു അൻസിബയുടെ പരാതി. അങ്ങനെയാണ്. അതേസമയം 1 മണിക്കൂർ മാത്രമേ അൻസിബ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ACPയുടെ റിപ്പോർട്ട്. അങ്ങനെയാണ്. അതിന് കൃത്യമായ തെളിവുകളുണ്ട്. ഇത്തരത്തിൽ മാനസിക പീഡനമൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ SIക്കെതിരെ കേസെടുക്കാനുള്ള നടപടിയില്ല എന്ന് തന്നെയാണ് ഇതിൽ ACPയുടെ റിപ്പോർട്ട്. അങ്ങനെയാണ്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അൻസിബ കോടതിയിൽ എത്തിയിരിക്കുന്നത്. അങ്ങനെയാണ്. മാത്രമല്ല ഈ പരാതിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ജനുവരിയിലാണ് ഈ സംഭവം നടക്കുന്നത്. അതിനുശേഷം അമ്മേനെ എക്സിക്യൂട്ടീവ് മെമ്പർഷിപ്പ് രാജിവെച്ച ശേഷമാണ് അൻസിബ ഈ പരാതിയുടെ അടിസ്ഥാനമായി മുന്നോട്ട് നീക്കുന്നത്. അത് മാത്രമല്ല ടിനി ടോമിനെതിരായ പരാതി നിലനിൽക്കുന്നുണ്ട്. അതിൽ കൂടുതൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനും നടപടിക്രമങ്ങൾ മറ്റു നടപടികൾ ഉണ്ടെങ്കിൽ പാലിക്കുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതേസമയം തന്നെ ഇപ്പോൾ ലക്ഷ്മിപ്രിയ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട മാനനഷ്ടത്തിന് കേസ് കൊടുത്തിട്ടുണ്ട്. നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കേസ് നൽകിയിട്ടുണ്ട്. ഇത്തരം ഒരു സാഹചര്യം കൂടി നിലനിൽക്കുമ്പോൾ ഈ ലക്ഷ്മിപ്രിയയ്ക്കും അതുപോലെ തൃപ്പൂണിത്തുറ വനിതാ സെൽ SIക്കും എതിരെയുള്ള നടപടിയിൽ കോടതിയിൽ സമീപിച്ചിരിക്കുകയാണ്. കോടതിയിൽ തുടർ നടപടികൾ ഉണ്ടാകണമെന്നാണ് അൻസിബയുടെ ആവശ്യം. അങ്ങനെയാണ്. എന്തായാലും ഈ ലക്ഷ്മിപ്രിയയ്ക്കും ഭർത്താവ് ജയേഷിനും അതുപോലെ ഈ വനിതാ SI രേഷ്മയ്ക്കുമെതിരെയാണ് കോടതിയിൽ സമീപിച്ചിട്ടുള്ളത്. ഒരു കാര്യം പറയട്ടെ, നിങ്ങളിപ്പോ ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുകയാണല്ലോ, അതുകൊണ്ട് പറയാണ്, നിങ്ങൾക്കെതിരെ ആരെങ്കിലും ഒരു കള്ളപ്പരാതി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, സൈബർ കേസ് ആണെന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങളെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തും അല്ലെ? പോവരുത്. നിങ്ങൾ നോട്ടീസ് കൈപ്പറ്റണം. എന്താണെങ്കിലും നോട്ടീസ് വാങ്ങാതെ നിങ്ങൾ പോവരുത്. നോട്ടീസ് ഡിമാൻഡ് ചെയ്യണം. FIR ഇടത്തവര്, എന്നിട്ട് വിളിപ്പിക്കട്ടെ. ഈ വിഷയത്തിൽ തന്നെ നിങ്ങൾക്ക് അറിയില്ലേ, ഒരു മേശയുടെ 2 ഭാഗത്ത് ഇരുന്ന് തീരുമാനിക്കേണ്ട ഒരു വിഷയം അവർ കേസ് കൊടുത്തിരിക്കുന്നു. ഇപ്പൊ എന്തായി?
ഭർത്താവിനും കിട്ടി പണി. ഒരു കാര്യമില്ലാതെ ചൊറിഞ്ഞതാ, നല്ല ഒന്നൊന്നര ചൊറിച്ചിൽ തിരിച്ചങ്ങ് മാന്തി തന്നില്ലേ, അത്രേ ഉള്ളൂ. ഇവിടെ ജസ്റ്റിസ് ഫോർ അൻസിബ എന്നൊരു ഹാഷ്ടാഗ് ഇട്ടതൊക്കെ വലിയ ചർച്ച. എന്തായാലും അതുലിനെതിരെ കേസ് എടുത്തു എന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ മറ്റുള്ള യൂട്യൂബർമാർക്കെതിരെയൊക്കെ കേസ് എടുത്തിട്ടുണ്ട്. നിരന്തരമായിട്ട് വീഡിയോ ചെയ്ത ആളുകൾക്കാണ് അവർ കേസ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതെന്തുകൊണ്ടാന്ന് മനസ്സിലായില്ലേ? വീഡിയോസ് എങ്ങനെയെങ്കിലും ടേക്ക് ഡൗൺ ചെയ്യണം, ജനങ്ങൾ ഇത് ചർച്ച ചെയ്യുന്നത് അവസാനിപ്പിക്കണം. അങ്ങനെ ചർച്ച ചെയ്യുന്ന അവസാനിപ്പിക്കാനുള്ള വിഷയമല്ല ഇത് ജനങ്ങൾ ഏറ്റെടുക്കേണ്ട വിഷയമാണ്. ഒരാളെയും അകാരണമായിട്ട് ഇങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്താൻ പാടില്ല. അവരുടെ ലൈഫിനെ തന്നെ അത് ബാധിക്കുന്നുള്ളതാണ്. വിവാഹം കഴിഞ്ഞിട്ടില്ല, ചെറുപ്രായമാണ്, അവർക്കത് ഭാവിയിൽ എന്തൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അല്ലെ? അവരുടെ ലൈഫ് തന്നെ ഇല്ലാണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും തിരിച്ചു കൊടുത്ത പണി ഉണ്ടല്ലോ, ഒന്നൊന്നര പണി. ജനങ്ങളോടാ പറയാനുള്ളത്, ഇത്തരം വീഡിയോസ് കാണുമ്പോൾ ദയവ് ചെയ്ത് അതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, എന്തെങ്കിലും ഒരു കഴമ്പുണ്ടാവും എന്ന് മനസ്സിലാക്കിയിട്ടെങ്കിലും കാണുക എന്നുള്ളതാണ്. നിങ്ങൾക്കെതിരെ ആരെങ്കിലും കള്ളപ്പരാതി കൊടുത്താൽ എന്താ ചെയ്യേണ്ടത്? നോട്ടീസ് കിട്ടട്ടെ, നോട്ടീസ് കിട്ടിയിട്ട് പോയാൽ മതി. നിങ്ങൾ എന്തെങ്കിലും ഊളത്തരം കാണിച്ചിട്ട് മനഃപൂർവ്വം ഒരാളെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോട്ടീസിനൊന്നും കാത്തിക്കണ്ട, നിങ്ങളെ കൊണ്ടുപോയിക്കോളൂ. ഇവിടെ ഒരു സൈബർ കേസാണ് അല്ലെ, അതായത് ഒരു ഫോട്ടോ മൊബൈൽ ഫോണിലേക്ക് വന്നതാണ്. ഒരു ഫോട്ടോ മൊബൈലിലേക്ക് വന്നെങ്കിൽ, അല്ലെങ്കിൽ വോയിസ് മൊബൈൽ ഫോണിലേക്ക് വന്നെങ്കിൽ അത് സൈബർ കേസാണ്. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എങ്ങനെയാണ് കേസ് എടുക്കാൻ കഴിയുക? അതൊന്നും കൂടാതെ ഒരു നോട്ടീസ് പോലും അയക്കാതെ അങ്ങ് വിളിച്ചു വരുത്തിയിട്ട് അവരെ മണിക്കൂറുകളോളം അവിടെ ചോദ്യം ചെയ്യുകയും മണിക്കൂറുകളോളം അവരെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്തു എന്നാണ് കേസ്. എന്തായാലും ആ വനിതാ SI നല്ല കിടിലം പണി കിട്ടി. അത് നൂരി പോരാൻ കഴിയില്ല. ഒരു സസ്പെൻഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. അത് കഴിഞ്ഞ തീരോ ഇല്ല, അടുത്തതും കൊടുക്കാൻ കഴിയും. അതൊക്കെ വകുപ്പായിട്ടോടെ കിടക്കുന്നുണ്ട്, അതൊന്നും ഇപ്പൊ പറയുന്നില്ല. ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് കിട്ടും. പിന്നെ ലക്ഷ്മിപ്രിയ, അവരെത്ര 10 കോടിയൊക്കെയാണ് നഷ്ടപരിഹാരത്തിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത്. ഈ കേസിൽ കഴമ്പില്ലെങ്കിൽ പിന്നെ എന്തുണ്ടേ? അതൊക്കെ എടുത്ത് കളയും, അതൊക്കെ ദൂരെ കളയും എന്നുള്ളതാണ്. അതിനിടയിൽ 20 ലക്ഷം രൂപ എങ്ങാനും ഏതോ ഒരു പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്ന് വാങ്ങിയ ഒരു കേസും വേറെ നടക്കുന്നുണ്ട്. അതൊരു ചെക്ക് കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്തത് അതും വരും. അപ്പൊ കിട്ടാനുള്ളതൊക്കെ വാങ്ങി വെച്ചോ എന്റെ പൊന്നു ലക്ഷ്മിപ്രിയെ. പിന്നെ നിങ്ങളുടെ പ്രീവിയസ് ഹിസ്റ്ററി ആ ഫേസ്ബുക്കിൽ ഒന്ന് കയറി നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. ഇപ്പൊ നിങ്ങൾ മാനനഷ്ടത്തിന് അങ്ങോട്ട് കേസ് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഹിസ്റ്ററി അത് കൃത്യമായിട്ട് കോടതി പരിശോധിക്കും, തീർച്ചയായിട്ടും നോക്കും. അതിൽ നിങ്ങൾക്ക് മുസ്ലിങ്ങളോടുള്ള ആ ഒരു സമീപനം ഉണ്ടല്ലോ, ആ സമീപനം വ്യക്തമാണ് എന്നുള്ളതാണ്. പന്നിയോടൊക്കെ ഉപമിച്ചുകൊണ്ട് നിങ്ങൾ പലതും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അൻസിബ എന്ന് പറയുന്ന ഇസ്ലാം മതത്തിൽ ജനിച്ചു വളർന്നൊരു പെൺകുട്ടിയെ നിങ്ങൾ മനഃപൂർവ്വം കരിവാരി തേക്കാൻ വേണ്ടിയിട്ട്, അവരുടെ ലൈഫ് തന്നെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇമാതിരി ഒരു ഊളത്തരം കാണിച്ചു വെച്ചു. ഇതിന് കൃത്യമായിട്ട് നിയമത്തിന്റെ മുന്നിൽ 8ന്റെ പണി കിട്ടും. ഇവിടെ 2 സ്ത്രീകളല്ലേ, അതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല എന്നാണ് നിങ്ങൾ ധരിക്കുന്നതെങ്കിൽ അത് തെറ്റായ ധാരണയാണ്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് കീഴിലാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത്. ഇതില് ആണെന്നോ പെണ്ണെന്നോ ഒന്നുമില്ല. എല്ലാവർക്കും തുല്യനീതി കിട്ടണം, അതാണ് ന്യായം. അതിവിടെ കിട്ടുക തന്നെ ചെയ്യുന്നുള്ളതാണ്. ടിനി ടോം വിളിച്ച ആ ഒരു കാര്യത്തിന് ദൃക്സാക്ഷിയുണ്ട്, കേട്ട ആളുണ്ട്, കണ്ട ആളുണ്ട്. അപ്പോ അതവിടെ മാറി നിൽക്കട്ടെ. അത് സ്ട്രോങ് എവിഡൻസ്. അപ്പൊ അദ്ദേഹത്തിന് ചിലപ്പോൾ മുൻകൂർ ജാമ്യത്തിന് ഇപ്പൊ തന്നെ ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവും. അത് വാങ്ങിയെടുക്കാനുള്ള പണി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. 10 വർഷം വരെയൊക്കെ തടവ് കിട്ടാൻ സാധ്യതയുള്ള കേസുകളാണ്. ജാമ്യം കിട്ടുമായിരിക്കാം. ഇവിടെ ലക്ഷ്മിപ്രിയ, എന്റെ പൊന്നു ലക്ഷ്മിപ്രിയ, ഇത് ആവശ്യമില്ലാതെ നിങ്ങൾ കാണിച്ചു കൂട്ടിയ കോപ്രായത്തരങ്ങളാണ്. അഡ്വക്കേറ്റ് കൃഷ്ണരാജാണ് കേട്ടോ ഇവരുടെ വക്കീല്. ആരാന്നറിയില്ലേ? BJP-കാരനാണ്, അവരുടെ വക്കീലാണ്. അപ്പൊ അവരെ തന്നെയാണ് അവർ കൊണ്ടുവച്ചിട്ടുള്ളത്. എന്തായാലും ലക്ഷ്മിപ്രിയക്ക് അയച്ചു കൊടുത്ത ഫോട്ടോ എന്താണെന്ന് ഞാൻ ഇപ്പൊ പറയുന്നില്ല. അതെന്താണെന്ന് നിങ്ങൾ അറിഞ്ഞാൽ, അത് കണ്ടാലാണ് നിങ്ങൾ അതിന്റെ ഒരു കോമഡി മനസ്സിലാക്കുക. ഇതിനായിരുന്നു ഈ കേസ് കൊടുത്തത് എന്ന് പറയും, അത്രയേ ഉള്ളൂ. അപ്പോ അൻസിബക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കട്ടക്ക് കൂടെ നിൽക്കുക. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.